കുറേ നാളായി മസാല ദോശ ഉണ്ടാക്കിയിട്ട്. എന്നാൽ പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തലേന്ന് തന്നെ ദോശമാവൊക്കെ അരച്ചു വെച്ചു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണെങ്കിൽ ദോശമാവെല്ലാം പുളിച്ചു പൊങ്ങി മൊത്തം പുറത്തേക്ക് പോയായിരുന്നു. ഭാഗ്യത്തിനൊരു ചെറിയ മുറത്തിൻ്റെ അകത്ത് വെച്ച് കാരണം ദോശമാവൊന്നും വേസ്റ്റായി പോയില്ല. പിന്നെ അതെല്ലാം ഒന്ന് ശരിയാക്കി ക്ലീനാക്കി എടുത്തു. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പം തേങ്ങ ചിരണ്ടിയതില്ലായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പം തേങ്ങ ഇനി പൊതിക്കണം. പിന്നെ വേഗം പോയി ഒരു തേങ്ങ പൊട്ടിച്ച് ചമ്മന്തിക്ക് ആവശ്യമുള്ളത് ചിരണ്ടി എടുത്തു. എല്ലാ ദിവസവും മുളക് പൊടി ഇട്ടിട്ടാട്ടോ ചമ്മന്തി ഉണ്ടാക്കാറുള്ളത്. ഇന്നെന്നാൽ പിന്നെ പച്ചമുളക് വെച്ച് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് ഒരു പച്ചമുളക് ഇട്ടിട്ട് ചമ്മന്തി അരച്ചു. ഇനി നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഉപ്പിട്ട് കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റും വേവിച്ച് വെച്ചായിരുന്നു. ഇനി ഒരു പാനിലേക്ക് കുറച്ച് കടുക് ഉഴുന്നും പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി, സവോള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കുക. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റും കിഴങ്ങും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. മസാല റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചമ്മന്തിക്കുള്ള കടുകും മുളകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് ചമ്മന്തി വേഗം തന്നെ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് മസാല ദോശയ്ക്കുള്ള ദോശ ചുടാമെന്ന് വിചാരിച്ചു. പിന്നെ ദോശമാവ് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് നൈസായിട്ട് പരത്തി കൊടുത്തു. നമ്മൾ ദോശയ്ക്ക് പരത്തിയെടുക്കുമ്പം നല്ലപോലെ കട്ടി കുറച്ച് തീരെ നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ലപോലെ അതിൻ്റെ സൈഡൊക്കെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല കുറച്ച് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ 2 സൈഡും കൂടി മടക്കി എടുക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ മസാല ദോശയ്ക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. ശരിക്കും ഈ മസാല ദോശ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം തന്നെ ചൂടോടെ കഴിക്കാനുണ്ടോ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ തലേദിവസം രാത്രി തന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. നമ്മൾ തലേദിവസം ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ പുളിയും അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി മസാല ദോശയും ചമ്മന്തിയും സാമ്പാറും കൂടിയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ.